ഞാൻ കിടക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്, ദൈവമേ എന്തിനാണ് ഇങ്ങനെ ഒരു വിളി, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് അന്നാളുകളൊന്നും പള്ളിയിൽ പോകണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ദൈവം ഉണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. ഈശോ ഉണ്ടോ എന്ന് അറിയണം, ഈശോ ജീവിച്ചതെന്ന് അറിയണം. ശ്രീബുദ്ധൻ ജീവിച്ചിരുന്നു എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, പക്ഷേ ഈശോ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ചില സ്നേഹത്തിന് നിർബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യ സമയങ്ങളിൽ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. സെമിനാരിൽ ചേർന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ തൃശ്ശൂർ രൂപതയുടെ ക്യാമ്പിൽ പോയി. പക്ഷെ അവരെന്നെ സെലക്ട് ആയില്ല. ആ സമയമായപ്പോഴേക്കും എനിക്കൊരു 26 വയസ്സായി. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിളിയില്ല. ജീവിതാന്തസ് എവിടെയും എത്താതെ നിൽക്കുമ്പോൾ അതെല്ലാവരും നോക്കണം. നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറയണം, ബന്ധുക്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം, അവർക്ക് ഇറങ്ങി പോകുമെന്ന് പറയാൻ പറ്റണില്ല, അവർക്ക് ചോറ് തരില്ല എന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് കണ്ണു നിറയും, നീയാണോ വരാനിരിക്കുന്നവൻ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, വന്ന് കാണുക, എന്നെ പിന്തുടരുക. വൺസ് യു എൻകൗണ്ടർ ജീസസ് യു കനോട്ട് ഗോ ബാക്ക്. ഈശോയുടെ സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ മനീഷ് മുണ്ടുപ്ലാക്കൽ. ഞാൻ രാമനാഥപുരം രൂപതാംഗമാണ്. എനിക്ക് പട്ടം കിട്ടിയത് 2023 ഏപ്രിൽ 19 ഞാനിപ്പോൾ കരൂര് ഒരു മിഷൻ സെൻ്ററിലാണ്, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട് തൃശ്ശൂർ അതിരൂപതയിലെ വെള്ളാനിക്കോടാണ്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചി, ചേച്ചി, ചേട്ടൻ, ഞാൻ ഏറ്റവും താഴെയുള്ള ഒരാളാണ്. എൻ്റെ സ്കൂൾ പഠന കാലഘട്ടം ഞാൻ മരോട്ടിച്ചാലിൽ പ്രൈമറി സ്കൂള്, അത് കഴിഞ്ഞിട്ട് ഞാൻ പുത്തൂർ, പിന്നീട് ഞാനെൻ്റെ PG കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്കമാലി ഡീപോൾ കോളേജിൽ നിന്നുമാണ്. അങ്ങനെ ഒരു അച്ഛനാകണം എന്നും ചിന്തിച്ച് നടന്ന ഒരു ബാല്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ജോലി ചെയ്യണം, വീടിനെ സഹായിക്കണം, എന്നാൽ കഴിയുന്ന മാതിരി എൻ്റെ സഹോദരങ്ങൾക്ക് സഹായിക്കണം എന്നൊരു ചിന്തയോടു കൂടി ഞാൻ പഠിച്ചത് കൊമേഴ്സ് ഗ്രൂപ്പാണ്. പക്ഷേ എനിക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ പഠിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് +2 കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് ജോലി തപ്പേണ്ടതായിട്ട് വന്നു. ആണ് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ എത്തിപ്പെട്ടത് കാൾഡിയൻ സിറിൻസിൻ്റെ, നമ്മുടെ സുറായിക്കാരെന്നൊക്കെ പറയുന്ന അവരുടെ അരമനയിലാണ്. അവരുടെ പിതാവിൻ്റെ തിരുമേനിയുടെ കൂടെ ഒരു 2 വർഷം നിൽക്കാൻ ദൈവം എന്നെ അന്ന സമയത്ത് അനുവദിച്ചു. അപ്പോൾ അവർക്ക് അവിടെ ഒരു ജോലിക്ക് ആളാവശ്യമുണ്ട്. ആ ജോലി എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ആണ്. അപ്പോൾ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ജീവിത സാഹചര്യം എന്നെ നിർബന്ധിച്ച് അവിടെ എത്തിച്ചു. എനിക്ക് ആ സമയത്ത് മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ അവിടെ കുക്കായിട്ട് ഞാനൊരു 2 വർഷം ഞാൻ ജോലി ചെയ്തു. ആ സമയത്ത് അവർക്ക് എന്നോടുള്ള അനുകമ്പയാണോ സ്നേഹമാണോ, അവരെന്നെ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ചവരെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1:30 ആകുമ്പോൾ ഞാൻ അടുത്തുള്ള കോപ്പറേറ്റീവ് കോളേജിൽ ഡിഗ്രി ക്ലാസ്സിന് പോകും. തിരിച്ച് ഞാൻ 4:00 വരും. എൻ്റെ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്യും. പിന്നീട് ഒരു 11 മണിക്ക് ഞാനിങ്ങനെ പാത്രമൊക്കെ തേച്ച് മോറി നിലമൊക്കെ തുടച്ച് ഞാൻ കിടക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്, ദൈവമേ എന്തിനാണ് ഇങ്ങനെ ഒരു വിളി, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് അന്നാളുകളൊന്നും പള്ളിയിൽ പോകണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ദൈവം ഉണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നീട് ഒരു 17-18 വയസ്സിൽ എല്ലാവർക്കും തോന്നാവുന്ന തോന്നലുകൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഒരു പണി പോലെ ജോലി ചെയ്തിട്ട് കാര്യമില്ലാന്ന് തോന്നി. എനിക്ക് വീട്ടിൽ വന്ന് വീണ്ടും പഠിക്കണം എന്ന് തോന്നി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നീടും ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോയാലോ എന്നൊക്കെ വെച്ച് ചിന്തിച്ച് വയറിങ് അങ്ങനത്തെ പരിപാടിക്ക് വേണ്ടി ഒരു 2 വർഷം പോയി. പക്ഷെ ഞാൻ പരീക്ഷകൾ എഴുതണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് ഒരു 11 വിഷയം സപ്ലി ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പഠിച്ചിട്ട് കാര്യമില്ല, അപ്പം എനിക്ക് അടുത്തെന്തെങ്കിലും ജോലി കിട്ടണം. അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചി പറഞ്ഞ, ഇങ്ങനെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ജോലിക്ക് ആവശ്യമുണ്ടെന്ന് അച്ഛൻ വിളിച്ചു പറയുന്നു, നീ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ഞാൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാത്ത ഒരാളാണെങ്കിലും എങ്ങനെയോ എനിക്കന്ന് തോന്നി എനിക്കൊരു ജോലി കിട്ടിയെങ്കിലാണ് നിലനിൽപ്പുള്ളൂ. അങ്ങനെ പോയി അച്ഛനെ കണ്ടു. അച്ഛൻ ഡേവിസ് പട്ടത്തച്ഛൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു, ഇവിടെ ജോലിയൊന്നും ഇല്ല, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ഡേവിസ് പനക്കരച്ചനുണ്ട്, അച്ഛനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്താണ് ഉദ്ദേശിക്കണേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ജോലിയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ജോലിയില്ല, ശുശ്രൂഷയുള്ളൂ, നിനക്ക് പറ്റുമെങ്കിൽ വന്ന് സഹായിച്ചോ. അപ്പോൾ അങ്ങനെ ഞാൻ
എന്നാൽ എനിക്ക് അടുത്തൊരു പരിപാടി ആകുന്നവരെ അവിടെ പോയി സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2007 അവിടെ എത്തിപ്പെടുന്നത്. പിന്നീട് അവിടെ ഓഫീസിൽ ധ്യാന ബുക്കിങ്ങും അങ്ങനെ സഹായിക്കാനൊക്കെ നിന്നു. അപ്പോൾ ആ ചുറ്റുവട്ടമാണ് ശരിക്കും എൻ്റെ ദൈവവിളിയെ രൂപപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹമുള്ളവരെ, ഞാൻ ധ്യാന കേന്ദ്രത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴും എനിക്കങ്ങനെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് ദൈവം ഉണ്ടോ, ഈശോ ജീവിച്ചിരുന്നോ, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ചുറ്റുള്ളവരിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ നടക്കുമ്പോൾ അവരെന്നെ പ്രേയറുകൾക്കൊക്കെ പിടിച്ചു വലിക്കുമ്പോഴും ഞാൻ പോകാറില്ല, ഞാൻ അങ്ങനെ നിൽക്കും. അപ്പം എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, ഈശോ ഉണ്ടോ എന്ന് അറിയണം, ഈശോ ജീവിച്ചിരുന്നു അറിയണം. ശ്രീബുദ്ധൻ ജീവിച്ചിരുന്നു എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഈശോ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പയ്യെ എൻ്റെ ചുറ്റുള്ള ചില മനുഷ്യർ, അവരുടെ നന്മകൾ എന്നെ ആകർഷിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അവരെനിക്ക് കുർബാനയെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് വിശ്വാസമില്ലെങ്കിലും നീ ജസ്റ്റ് ഒന്ന് കുർബാനയിൽ പങ്കെടുക്കുക എല്ലാ ദിവസവും. കുർബാനയിൽ നീ എന്താ സംഭവിക്കണമെന്ന് നീ അറിയണ്ട. നീ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, നീ കാഴ്ച സമർപ്പിക്കുമ്പോൾ ഈശോയെ നീ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പിതാവായ ദൈവം സ്വീകരിക്കുകയും 5 അപ്പവും 2 മീനും സമൃദ്ധമാക്കുന്ന പോലെ നിൻ്റെ കുറവുകളൊക്കെ നിറവാക്കി സമൃദ്ധമാക്കിയിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഒരു 2-3 കുർബാനയുടെ ഭാഗം മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട്, നീ ഈ ഭാഗം മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി, നീ കുർബാനയിൽ എല്ലാ ദിവസം പങ്കെടുക്ക്. അങ്ങനെ ഞാൻ ചില സ്നേഹത്തിന് നിർബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യ സമയങ്ങളിൽ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അവരുടെ നിർബന്ധങ്ങൾ നമ്മളെ അത് അങ്ങോട്ട് പങ്കെടുപ്പിക്കും. അതുപോലെ തന്നെ ചിലർ ഇപ്പോൾ അവരെ കാണാൻ ചെല്ലുമ്പോൾ ആഴ്ചയിൽ ദിവസം കുമ്പസാരത്തിന് ശേഷം നീ വന്നാൽ മതി, സംസാരിച്ചാൽ മതി. അപ്പം നമ്മളൊക്കെ അന്ന് ആളുകൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്, അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീടിനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെയൊക്കെ കണ്ടാൽ നമ്മൾ അന്ന് ചെറുപ്പത്തിൽ ആ യുവത്വത്തിൽ അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ ചില നിർബന്ധങ്ങളാണ് എന്നെ എല്ലാ ആഴ്ചകളും കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി തുടങ്ങിയത്. അപ്പോൾ അവർ പറയും, ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുമ്പസാരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ, ഇല്ലെങ്കിൽ കുമ്പസാരിക്കാതെ ചെന്നാൽ അവർ ചിലപ്പോൾ നമ്മൾ സംസാരിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കുമ്പസാരിക്കാൻ തുടങ്ങിയതും കുർബാനയ്ക്ക് പോയി തുടങ്ങിയതും. പയ്യെ പയ്യെ കുർബാന ഒരു അനുഭവമായി തുടങ്ങി. ഞാൻ ആദ്യം അച്ഛനാവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഈശോയെ അറിഞ്ഞപ്പോൾ ഒന്നല്ലെങ്കിൽ എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ട്, എന്നെ മറന്ന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണം, ഒന്നിനുമല്ലാതെ ഈശോയെ സ്നേഹിക്കാൻ പറ്റണം, ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണം. ഇല്ല, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ, നമ്മൾ എന്തിനൊക്കെ വേണ്ടി ദേവാലയത്തിൽ പോകണേ. നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, കിട്ടണം, നേടണം. ഇതിനല്ലാതെ ഒന്നിനല്ലാതെ നമ്മളെന്നാ ഈശോയെ സ്നേഹിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് വേറൊന്നും വേണ്ട, ഈശോയ്ക്ക് വേണ്ടി മാത്രം ഈ ജീവിതം ജീവിക്കണം. അന്നും അച്ഛനാവണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ 2-3 കുർബാനയിൽ ഞാൻ പങ്കെടുക്കും. എനിക്ക് കുർബാന തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കരച്ചിലായിരിക്കും. അത് എങ്ങനെയാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല, അതൊരു അനുഭവമായിരുന്നു. ആ കുർബാന അനുഭവമാണ് എന്നെ പിന്നീട് അച്ഛനാവണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു 2009 പയ്യെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വന്നു തുടങ്ങി. ഞാൻ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത്, പനക്കലച്ഛൻ ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്യൂഷനൊക്കെ പോയി. പക്ഷെ അപ്പോഴും പഠിക്കാൻ ഞാൻ ഇത്തിരി ബാക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടുണ്ട്. പക്ഷെ എൻ്റെ ആദ്യത്തെ ഒരു പ്രാർത്ഥനാനുഭവം എന്ന് പറഞ്ഞതും ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതും ഞാൻ എൻ്റെ ഡിഗ്രി പാസ്സായപ്പോഴാണ്. അപ്പോൾ 11 വിഷയവും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എൻ്റെ മുമ്പിൽ ചോയ്സ് ഒന്നെങ്കിൽ ജോലിക്ക് പോകാം. അപ്പോൾ അച്ഛന്മാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, പുറത്ത് ഓഫറുകളുണ്ട്, അവർക്ക് പറ്റാവുന്ന നല്ല ആളുകളെ പുറത്തെത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പഠിക്കാൻ പോകാം, അല്ലെങ്കിൽ നിനക്ക് ജോലിക്ക് പോകാം. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് പഠിക്കണം. പഠിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലൊന്നും കൂടി പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ അച്ഛൻ തന്നെ സഹായിച്ചിട്ട് ഞാൻ PG പഠിക്കാൻ വേണ്ടിയിട്ട് DPOളിന് എത്തുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് 2 വർഷം ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ എൻ്റെ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴാണ് ഞാൻ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയത്. അന്ന് തൊട്ട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി.
അതിനിടയ്ക്ക് മക്കിയാട് ധ്യാനകേന്ദ്രത്തിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ജോയിച്ചൻ്റെ കൂടെ കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് കൂടുതൽ ആഗ്രഹം മുന്നിൽ വളർത്തിയിട്ടുണ്ട് ആ സമയത്ത്. പിന്നീട് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ സെമിനാരിൽ ചേരുന്ന ആഗ്രഹത്തോടു കൂടി എൻ്റെ അന്നത്തെ വികാരിച്ചനായ ഷിൻഡോ പാറയിലച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ രൂപതയുടെ ക്യാമ്പിൽ പോയി. പക്ഷേ അവരെന്നെ സെലക്ട് ആയില്ല. ആ സമയമായപ്പോഴേക്കും എനിക്കൊരു 26 വയസ്സായി. അപ്പോൾ ഞാൻ സെലക്ട് ആവാതെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിളിയില്ല. പിന്നെ കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ജോലി ചെയ്യാൻ മടിയാകൊണ്ടാണ് നീ പോണേ. അപ്പോൾ എനിക്കും തോന്നി ശരിയാണുള്ളത്, എനിക്ക് ജോലി ചെയ്യാൻ മടിയാകൊണ്ടായിരിക്കും. കാരണം ആ സമയം വരെ റെഗുലറായിട്ട് ഞാനൊരു ജോലിക്ക് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഈ വർഷം ഞാൻ പണിയെടുക്കാൻ മടിയാണോ, അതാണെങ്കിൽ അത് എനിക്ക് തിരിച്ചറിയണമല്ലോ, അത് ജോലിക്ക് പോകാമെന്ന് ആയി. അപ്പോൾ ജോലിക്ക് പോകാനായപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വല്ലാത്ത ആഗ്രഹമുള്ളതുകൊണ്ട് കുർബാന മുടക്കരുതെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു ജോലി കണ്ടെത്തണം. അപ്പം അങ്ങനെ ഞാൻ കണ്ടെത്തിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സൗകര്യം, എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ എനിക്ക് ആഗ്രഹമില്ല, വീട് വിട്ടു പോകാൻ ആഗ്രഹമില്ല, എന്നാൽ പ്രെയർ മുടക്കാനും പാടില്ല, കുർബാന മുടങ്ങാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹത്തിൻ്റെ അടുത്ത് എൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേട്ടൻ പെയിൻറ്റ് പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ ഞാനിങ്ങനെ ഒരു വർഷം പെയിൻറ്റ് പണിക്ക് പോയി. അപ്പോഴും ഞാൻ വിചാരിച്ച എൻ്റെ ഉള്ളിൽ ആഗ്രഹം പോവും, അച്ഛനമ്മയുടെ ആഗ്രഹമൊക്കെ പോകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ പെയിൻറ്റ് പണിക്ക് പോകണം. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദാഹമാണ്, വല്ലാത്തൊരു ആഗ്രഹമാണ്. ഇങ്ങനെ ഞാൻ പണിക്ക് പോകുമ്പോഴും ഞാൻ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് ഈശോയെ കൂടുതൽ അറിയണം, സ്നേഹിക്കണം, അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ പ്രെയറൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ എൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു കാഴ്ച കാണുന്നു. ദൈവം എനിക്കൊരു കാഴ്ച കാണിച്ചു തരുന്നു, ഒരു വിഷം പോലെ. പിറ്റേ ദിവസം അതെൻ്റെ കൺമുമ്പിൽ ഞാൻ സംഭവിക്കുന്നുണ്ട്, ഒരു മരണം. അപ്പോൾ എനിക്ക് തോന്നി ദൈവം എന്നെ വേറെ എന്തിനാണല്ലോ വിളിച്ചേക്കണേ. അന്ന് ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഈശോ എനിക്ക് 2 കാര്യം അറിയണം. ഒന്ന്, ഞാൻ ഇതെല്ലാം വിട്ട് വന്ന എനിക്കൊരു ഷെൽട്ടർ എവിടെ നിന്ന് കിട്ടുക? എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഒരു 10, 26, 27 വയസ്സായിട്ട് പ്രത്യേകിച്ച് ജോലിക്ക് പോകണില്ല, ഭാവി സുരക്ഷിതത്വമല്ല. അപ്പോൾ വീട്ടിൽ നമുക്കിരുന്നൊരു ഭക്ഷണം കഴിക്കാൻ വരെ പറ്റണില്ല. കാരണം വീട്ടുകാരുടെ സങ്കടം, ഇത്ര പഠിച്ചു, ഇത്രയായി, എന്നിട്ട് എവിടെ എത്തുന്നില്ല, ജീവിതാന്തസ് എവിടെയും എത്താതെ നിൽക്കുമ്പോൾ അതെല്ലാവരും ബുദ്ധിമുട്ടാണ്. നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറയണം, ബന്ധുക്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം, അമ്മയുടെ അടുത്തും അപ്പൻ്റെ അടുത്തും ഇവൻ ഇത്ര പഠിപ്പിച്ച് എന്തിനാ, ഇവൻ എന്തെങ്കിലും കിടന്ന് നടക്കണമെന്ന് ചോദിക്കുമ്പോൾ അവരെ വിഷമം, അവർ നമ്മളോടുത്ത് ആ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇറങ്ങി പോകുമെന്ന് പറയാൻ പറ്റണില്ല, അവർക്ക് ചോറ് തരില്ല എന്ന് പറയാൻ പറ്റണില്ല. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് കണ്ണു നിറയും. അപ്പോൾ വന്നത് 2 ചോദ്യമാണ്. ഒന്ന്, എനിക്ക് ഷെൽട്ടർ എവിടെയാണ്, പിന്നെ എൻ്റെ അനുദിന ജീവിതാവശ്യം നടക്കണം, ഡ്രസ്സ്, ഭക്ഷണം. അപ്പം ഇങ്ങനെ 2 ചോദ്യത്തോടു കൂടി ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ തീരുമാനിച്ചു ഡിവൈൻ ധ്യാനത്തിൽ പോയൊരു ധ്യാനം കൂടാം. അങ്ങനെ ഡിവൈനിൽ പോകുമ്പോഴാണ് ഞാൻ 2 വചനം കാണുന്നത്. ഒന്നിതാണ് സങ്കീർത്തനം 34:7. ദൈവദൂതന്മാരെ ചുറ്റും കർത്താവിൻ്റെ ദൂതൻ അവരെ കോട്ട കെട്ടി സംരക്ഷിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, എനിക്ക് ഷെൽട്ടർ ദൈവത്തിൻ്റെ ദൂതന്മാർ തരും. രണ്ടാമത്തെ ചോദ്യം തൊട്ടടുത്ത വചനം തന്നെയാണ്, 34:10 സങ്കീർത്തനം. സിംഹക്കുട്ടികൾ പോലും ഇര കിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഇതെനിക്ക് ഭയങ്കര ശക്തിപ്പെടുത്തി. പിന്നീട് ഞാൻ തിരിച്ച് ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വരുന്നു. പിന്നീട് ഞാൻ CMIയുടെ ക്യാമ്പിന് പോയിട്ടുണ്ട് സെമിനാരിൽ ചേരാൻ. പക്ഷെ അവരും എന്നെ സ്വീകരിച്ചിട്ടില്ല. പിന്നീട് ഞാൻ പാലക്കാട് രൂപതയിൽ വന്നു, അവിടെ പിതാവിനെ കണ്ടു, അവിടെയും ചേരാൻ നോക്കി. അപ്പോൾ എനിക്ക് ഈ ഒരു 29 വയസ്സായി. അപ്പോൾ അവിടെയും എന്നെ സ്വീകരിച്ചില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു വാതിൽ 3 തവണ തട്ടിയിട്ട് തുറന്നില്ല, പിന്നെ അത് ഒരിക്കലും തുറക്കില്ല. അപ്പോൾ എൻ്റെ കൂടെ പ്രയറിന് വന്നുകൊണ്ടിരുന്ന മനുഷ്യന്മാരൊക്കെ അവർക്കൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് വിളിയാണെങ്കിൽ ഇപ്പോൾ തുറന്ന് കിട്ടിയാനേ. പക്ഷെ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു ബോധ്യമുണ്ട്, ദൈവം എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് സെമിനാരിൽ ചേരാൻ പറ്റാത്തത്? അപ്പോൾ ഞാനൊരു അച്ഛൻ എൻ്റെ അടുത്ത് കുമ്പസാരക്കുട്ടി വെച്ച് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. നീ അച്ഛനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണം ഒരു ദിവസം. അന്ന് ഒരു 2011 സമയത്ത്, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനൊരു ജപമാല, അന്ന് സെമിനാരിൽ കയറാനും അച്ഛനാവാൻ ആഗ്രഹിച്ചിട്ടായിരുന്നു.
പക്ഷെ ഇന്നും ഞാൻ ആ ജപമാല അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ജപമാല ചൊല്ലി കുർബാനയിലൊക്കെ സമർപ്പിച്ചു. ഒരു 2-3 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് മുമ്പിലൊരു വഴി തുറന്നു കിട്ടിയത്. ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ന്യൂ പ്രീസ്റ്റിനെ എൻ്റെ കുർബാനയും പ്രസംഗമൊക്കെ ഒരു വെള്ളിയാഴ്ച. അപ്പോൾ അതങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കുർബാനയിൽ പ്രസംഗം പറഞ്ഞത് ടോളസ് ആൽക്ക SDV അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പ്രത്യേകത, അച്ഛൻ 33 വയസ്സിലാണ് സെമിനാരി കയറണേ. അച്ഛൻ 43 വയസ്സിൽ അച്ഛനായിട്ട് മാറണേ. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, എനിക്ക് 29 വയസ്സുള്ളൂ ആയിട്ടുള്ളൂ, 33 വയസ്സിൽ അച്ഛന് കയറിയിട്ട് ആവാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? അങ്ങനെ ഞാൻ അച്ഛൻ്റെ വീട് പാലേക്കരാണ്. ഞാൻ അറിയുന്നൊരു ചാക്കോ ചേട്ടൻ എന്നെ ടോളസ് അച്ഛൻ്റെ അടുത്തേക്ക് എത്തിച്ചു. ചാക്കോ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് വീടായിരുന്നു. അപ്പോൾ അങ്ങനെ ടോളസ് അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ ടോളസ് അച്ഛൻ അന്നത്തെ രാമനാഥപുരം സെമിനാരിയിലത്തെ റെക്ടർ അച്ഛനായിരുന്ന ജോയി ചിറ്റിലപ്പള്ളി അച്ഛനെ കൂട്ടിമുട്ടിച്ചു. ജോയി ചിറ്റിലപ്പള്ളി അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പോൾ ആലപ്പാട്ട് പിതാവിനെ കണ്ടു. അപ്പോൾ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ക്യാമ്പിന് ആദ്യം വായോ, എന്നിട്ട് അവിടെ ചേർന്നോളെ. അങ്ങനെയാണ് ഞാൻ രാമനാഥപുരം രൂപതയുടെ വൊക്കേഷൻ ക്യാമ്പ് ഉക്കടത്ത് നടക്കുന്നതായിരുന്നു, അതിൽ പങ്കെടുത്ത്. പിന്നീട് ഞാൻ 2014 ഞാൻ രാമനാഥപുരം രൂപതയുടെ പൊള്ളാച്ചിയിൽ പുതിയതായിട്ട് തുടങ്ങിയ സെമിനാരിൽ ചേർന്നു. 2023 പട്ടം കിട്ടി. ഇതാണ് ചുരുക്കത്തിൽ എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സ്നേഹമുള്ളവരെ, ഞാനൊരു 2 വർഷം പിന്നിടുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സുവിശേഷം ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് തരുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മളെല്ലാവരും അപ്പുറത്തൊരു കാനദേശം കാണുന്നുണ്ട്, അത് കണ്ടു പോണവരാ. പക്ഷെ ഈ മരുഭൂമിയും ചെങ്കടലും കടക്കാൻ ആർക്കും ഇഷ്ടമില്ല. എല്ലാവരും സമൃദ്ധിയുടെ പിന്നാലെയാണ്. പക്ഷെ ഈ ദാരിദ്ര്യവും സഹനവും വേദനവും തരുന്ന ആനന്ദം ഒരുപാട് ആത്മാക്കളെ നമുക്ക് ഈശോ തരും. ആത്മാക്കളെ നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എന്തിനാ ജീവിക്കണേന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മളെല്ലാവരെയും അപ്പുറത്തിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മനസ്സിലാക്കണമെന്ന് എനിക്ക് കുറഞ്ഞ നാളുകൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അപ്പുറത്തുള്ള ആൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥതയോടു കൂടി ജീവിക്കുകയാണെങ്കിൽ അതും അപ്പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഈ ചില പരാജയങ്ങളും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്ത പുലർത്തുന്നവരാണെങ്കിൽ നമ്മൾ തോറ്റുപോകാൻ ദൈവം അനുവദിക്കില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് അത് പറ്റാത്തതാണ് പൗരോഹിത്യത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് കർത്താവിൻ്റെ മുമ്പിലിരിക്കുകയാണെങ്കിൽ ദൈവം എനിക്ക് അതൊരിക്കലും തരാതിരുന്നിട്ടില്ല. അത് മുമ്പും ഇപ്പോഴും പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധി ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാനൊരു പബ്ലിക് പേഴ്സണായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മളെപ്പോഴും നിരീക്ഷണത്തിലാണ്. മറ്റുള്ളവരൊരു അച്ഛൻ എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യുമെന്ന് നോക്കുന്നുണ്ട്. നമ്മളൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രാർത്ഥിച്ച് മാത്രം ഒരു സ്ഥലത്ത് ഇരിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ പ്രാർത്ഥന തരുന്ന ബലമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിൽ കുറേ കുറവുകളുണ്ട്. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും, ഞാൻ ചിലപ്പോൾ ഉഴപ്പും. ഇതൊക്കെ എൻ്റെ സ്വഭാവമാണ്. എൻ്റെ ഈ സ്വഭാവത്തെ മറികടന്ന് ദൈവം എന്നെ ഇന്ന് ഇവിടെ ഇരുത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആ കുറവുകളുടെ എൻ്റെ ബലഹീനതയുടെ മേൽ ദൈവം തരുന്ന കൃപ കൊണ്ടാണ്. ഈ കൃപ എനിക്ക് പ്രാർത്ഥനയോടെ കിട്ടുള്ളൂ. നമ്മൾ പല പരിപാടികളും ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്താ? ഒരു ബെഡ് തൈ നട്ട പോലെ നമ്മളിന്ന് നടന്നു, 1 വർഷത്തിനധികം അപ്പുറം നമുക്കതിൽ നിന്ന് ഫലം കിട്ടണം. പക്ഷെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരും തയ്യാറല്ല. നമ്മൾ ബൈബിൾ തന്നെ കാത്തിരിപ്പിൻ്റെ പുസ്തകം എന്ന് പറയാം. കാത്തിരുന്ന് കുറേ നാളുകൾക്ക് ശേഷം ദൈവം നിലനിൽക്കുന്ന ശാശ്വതമായ നിത്യമായ ഫലം അതിന് തരുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ എല്ലാ പരിപാടികളും ചെയ്ത് വിജയിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. ഞാനിങ്ങനെ ഇല്ലത്ത് പറമ്പിലച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൃപയുണ്ട്, സ്കില്ലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. പക്ഷെ അതോടുകൂടി കഴിയും. പക്ഷേ ഗ്രേസോട് കൂടി നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതെന്നും നിലനിൽക്കും.
അത് ചിലപ്പോൾ പെട്ടെന്നൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരിക്കലും തകരില്ല. അങ്ങനെ ജീവിക്കാനാണ് ദൈവം എന്നെ വിളിച്ചേക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറ്. വലിയ സമ്പാദ്യങ്ങൾ കൂട്ടി വയ്ക്കാതെ, വലിയ സൗഹൃദങ്ങളും അങ്ങനെ വലിയ വലയങ്ങളൊന്നുമില്ല. പക്ഷെ കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ആപ്പിൾ കിട്ടിയ കുട്ടിയുടെ കഥയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. ആപ്പിൾ കൂടുതൽ കിട്ടും തോറും അവന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. ഇത് താഴെ ചാടിപ്പോവോ. പൗരോഹിത്യം എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തരും, ഒരു ആൽബലോ ഒരു പവറോ ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അങ്ങനൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ പൗരോഹിത്യം നന്നായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ച് തീർക്കാമെന്ന് ഒരുറപ്പ് ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഉറപ്പിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്, കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചത്, കണ്ണുനീരൊഴുക്കിയത്, ഇതൊക്കെയാണ് എൻ്റെ ദൈവവിളിയുടെ കാരണം. പക്ഷെ ഇന്നിപ്പോൾ എനിക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എനിക്ക് ലഭിച്ചതെന്ന്. ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എളിമയുള്ള മനുഷ്യരാകും. നമുക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ദൈവമാണ് മനുഷ്യനെ തൊടുന്നതും മാനസാന്തപ്പെടുത്തുന്നതെല്ലാം എന്ന് നമ്മൾ അറിയുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ നമ്മൾ താഴ്മയോടുകൂടി നിൽക്കുന്ന മനുഷ്യരാകും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ കുറഞ്ഞ സമയം കൊണ്ട് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനം ഇതാണ്. എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് നിങ്ങൾ മറ്റൊന്നിലേക്കും നോക്കരുത്, യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ നമുക്കിടയാകരുത്. വേറെ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നോ, വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ വരുന്നോ ഒന്നുമല്ല. കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി മുന്നോട്ട് നടക്കുമ്പോൾ ദൈവം തളരാതെ വീഴാതെ നമ്മെ താങ്ങുമെന്നുള്ളൊരു ഉറപ്പ് കൂടി ദൈവം ഈ നാളുകളിൽ എനിക്ക് തന്നിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഉറപ്പ് നമുക്ക് വേറെ എന്തിനാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ തിയോളജി പഠന സമയത്ത് ആണ്ടൂസ് മേക്കാട്ടുകുന്നേലച്ചൻ യോഹന്നാൻ്റെ സുവിശേഷം എടുത്തപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തന്നു. യോഹന്നാൻ 1:35 തൊട്ടുള്ള വാക്യങ്ങൾ, ഈശോയുടെ ആദ്യത്തെ ശിഷ്യന്മാർ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയെ തേടി വരുന്നത്, ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഗുരു നീയാണോ വരാനിരിക്കുന്നവൻ? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, വന്ന് കാണുക, എന്നെ പിന്തുടരുക. എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, വൺസ് യു എൻകൗണ്ടർ വിത്ത് ജീസസ് യു കനോട്ട് ഗോ ബാക്ക്. എത്രയോ തവണ പിന്തിരിഞ്ഞു പോകാൻ നോക്കിയതാ, പക്ഷേ ഒരിക്കൽ ഈശോയെ കൂട്ടിമുട്ടിയാൽ പിന്നെ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞാനെൻ്റെ തിയോളജി പഠന സമയത്ത് കണ്ണു നിറഞ്ഞു പോയൊരു സമയമാണ് ഈ ഒരു വാക്ക്. ഈശോയെ യഥാർത്ഥത്തിൽ അറിഞ്ഞ പിന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ കൂടി നമുക്ക് ഈശോയെ വിട്ടു പോകാൻ പറ്റില്ല. സ്നേഹാനുഭവം ദൈവാനുഭവം എന്നൊക്കെ രണ്ട് കാര്യം നമ്മൾ പറയും. നമ്മൾ സ്നേഹമൊക്കെ കടന്നു പോകും, പക്ഷെ നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. നമുക്കറിയാം, ഒരാൾ എത്ര പൊട്ടയാണെന്നും പുറത്തുള്ള ആളുകൾ പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അയാൾ നല്ലതാണ് നമ്മുടെ ഉള്ളിൽ ഉറച്ച ബോധ്യമുണ്ട്. അത് നാട്ടുകാർ ആര് പറഞ്ഞാലും നമുക്ക് പൊട്ടയായിട്ട് തോന്നില്ല. അതുപോലെയാണ് നമുക്ക് വരുന്ന സഹനങ്ങളിലും ദുരിതങ്ങളിലും ദൈവം നല്ലവനാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഈ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. വേറെ ആര് പറഞ്ഞാലും അത് നഷ്ടപ്പെടാനും പോകുന്നില്ല. ഇങ്ങനൊരു ബോധ്യം ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സ്നേഹാനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം, പക്ഷെ ഉള്ളിലെ ബോധ്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അത് ദൈവം നമുക്ക് വ്യക്തിപരമായിട്ട് തരുന്ന. ഇത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വേറെ ഒന്നിലേക്കും വേറെ ആരിലേക്കും നോക്കാതെ യേശുവിൻ്റെ കുരിശിലേക്ക് മാത്രം നോക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തെ തേടുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തേടി ഇറങ്ങുമ്പോൾ ദൈവം അതിനുള്ള വഴികൾ തുറന്നു തരും. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു മൊബൈൽ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ തേടി നടക്കും.
അപ്പോൾ നമ്മൾ കുറേ ബ്രാൻഡുകൾ അറിയും, കുറേ ഫീച്ചേഴ്സ് അറിയും, ഇതിനെക്കുറിച്ചൊക്കെ അറിയും, എല്ലാ മൊബൈലിനെ കുറിച്ച് അറിയും. അതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് ഈശോയെ അറിയാനും സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ അതിനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അത് ഏത് വഴിയിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഓരോ നിമിഷവും നമുക്ക് ഓരോ സമയത്ത് മുന്നോട്ട് പോകേണ്ട വഴികളൊക്കെ നമുക്കിങ്ങനെ തുറന്നു തരും. വചനം പറയുന്ന പോലെ, ഞാൻ നിനക്ക് മുമ്പ് പോകും, മലകൾ നിരപ്പാക്കും, പിച്ചറ വാതിലൊടിക്കും, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയും. അങ്ങനെ ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന സജീവനായൊരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ നോക്കി നമ്മളോട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ഒരിക്കലും ലജ്ജിതരാകാൻ ദൈവം അനുവദിക്കില്ല. സങ്കീർത്തനം 34:5 നമുക്കറിയാം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവാൻ അവിടെ നിന്ന് ഒരിക്കലും അനുവദിക്കില്ല. പ്രഭാഷകൻ 2:10 പറയും, കഴിഞ്ഞ തലമുറയെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശ്രയത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അവിടുത്തെ ഭക്തരിൽ ആരാണ് പരിത്യജിക്കപ്പെട്ടത്? കർത്താവിൻ്റെ കരം പിടിച്ചു പോയ ദൈവത്തെ പിന്തുടർന്ന അവിടുന്ന് നമ്മളെ ലജ്ജിതരാവാനോ തളരാനോ തകരാനോ അനുവദിക്കില്ല. ഈ ഉറച്ച വിശ്വാസത്തോടു കൂടി ഈശോയുടെ പിന്നാലെ പോകുന്നവനെ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് ചേർത്ത് പിടിക്കുന്ന അനുഭവം നമുക്ക് കിട്ടും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും മാത്രം ആഗ്രഹിച്ചാൽ മതി. കൊച്ചു ത്രേസ്യയുടെ പുണ്യവതിയുടെ ജീവിതകഥ പണ്ട് എന്നൊന്ന് ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യ തവണ വായിച്ചപ്പോൾ ഒന്ന് മാത്രം എനിക്ക് മനസ്സിലായി. കൊച്ചു ത്രേസ്യ പുണ്യവതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു സന്യാസ ആവൃത്തിയുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ എന്താഗ്രഹിച്ചിട്ടാണോ അതിനുള്ളിൽ പ്രവേശിച്ചത്, ആ ദൈവാനുഭവം എനിക്ക് പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഒരു ദൈവസ്നേഹം അനുഭവിച്ചിട്ട് അത് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് സന്യാസിനാവാൻ ചേരുന്നു. പക്ഷെ ആ ദൈവ സ്നേഹാനുഭവം പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ആലോചിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ഇവർ കടന്നു പോയേ? അപ്പം എൻ്റെ ഉള്ളിൽ പറഞ്ഞു തന്ന കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. നമുക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഇതാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കും തോറും ദൈവം മുന്നോട്ട് പോകുന്ന വഴികളും ബലമൊക്കെ നമുക്ക് തരും. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാലും തളരില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തരും ആകട്ടെ. കർത്താവിൻ്റെ വീട് തിരിച്ചറിയാനും കർത്താവിൻ്റെ ഹിതം ജീവിക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ പ്രത്യേകം നിങ്ങളെ ദൈവസ്നേഹാനുഭവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.